ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ എന്നും വിചാരിക്കും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഡെയിലി നിങ്ങളോട് നല്ലൊരു ആശയവിനിമയം നടത്തണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെങ്കിൽ അതൊന്നും പ്രാക്ടിക്കലി നടക്കുന്നില്ല. എങ്കിലും നിങ്ങളെ ഓർത്ത് ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന മുടങ്ങാതിരിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ തരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ അനുഭവവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വചനവും സാക്ഷ്യവുമൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും തരുന്നത്. ഇത് നമ്മളെ ഒത്തിരി ഉറപ്പിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. പല വിധത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ജനത്തിൻ്റെ മേൽ അവർക്കൊരു ആശ്വാസം കൊടുക്കുവാൻ, അവർക്കൊരു തണുപ്പ് കൊടുക്കുവാൻ, അവർക്കൊരു സമാധാനം കൊടുക്കുവാനാണ് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവാക്കി വെച്ചിരിക്കുന്നത്. ഒരാളുടെ സങ്കടം കേൾക്കുമ്പോൾ അവരെ വളരെയധികം സെൻറ്റിമെൻറ്റ്സോട് കേട്ട് അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് മറന്നു പോവുകയും പിന്നെ ആ വിഷയം വിട്ടു പോവുകയുമല്ല. ആ വ്യക്തി ഏത് ഉദ്ദേശത്തോടാണോ നമ്മളെ വിളിച്ചത്, ഏത് വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് അവരുടെ കണ്ണുനീരൊന്ന് തുടയ്ക്കുവാൻ കഴിഞ്ഞെങ്കിൽ, അവർക്കൊരു ആത്മീയ പ്രമോഷൻ കിട്ടുവാൻ തക്കവണ്ണം നമ്മുടെ ഓരോ വാക്കും അവർക്കൊരു തണുപ്പും ആശ്വാസവും സമാധാനവും സന്തോഷവുമായെങ്കിൽ ദൈവത്തിന് പ്രസാദമുണ്ട്. ഹല്ലേലൂയ. ഒരു സമയത്ത് ഒരു സമാധാനം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു സന്തോഷം എന്താണെന്നോ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം തകർക്കപ്പെട്ട ദിവസങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവരുടെ വേദനകളുടെ ആഴം മനസ്സിലാക്കുവാൻ ദൈവം എനിക്കൊരു പ്രത്യേക കൃപ തന്നത് ഞാൻ കഷ്ടത്തിൽ കൂടെ കടന്നു പോയതുകൊണ്ടാണ്. ഹല്ലേലൂയ. ദിവസവും ഞാൻ നിങ്ങളുടെ ഓരോ പ്രബോധനം തരുമ്പോഴും നിങ്ങൾ ബലപ്പെടണം, നിങ്ങൾ ശക്തിപ്പെടണം. നിങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിങ്ങൾ പാല് തന്നെ കുടിച്ചാൽ പോരാ, പിന്നെയോ കട്ടിയുള്ള ആഹാരം കൂടെ കഴിക്കണം. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളൊരു ശിശുവിനെ പോലെ ആയിരിക്കാനല്ല. നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും കേൾക്കുന്ന ഓരോ പ്രബോധനങ്ങളും ഒരു വ്യക്തി സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നമുക്ക് എത്രത്തോളം ഒരു പ്രമോഷൻ ലഭിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രഭാഷണം കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ആ സാക്ഷ്യം കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ വചനം വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് കൊണ്ടോ നമുക്കൊരു ആത്മീയ പ്രമോഷൻ ലഭിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ കർത്താവിന് നമ്മളെ ബലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് നമ്മളോട് കൂടെയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് നമുക്കൊരു പ്രമോഷൻ ലഭിക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിലെ പല മേഖലകളിലും കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പലപ്പോഴും കേട്ടിട്ട് അത്രയേ ഉള്ളൂ, അത് സാരമില്ല, അതിനകത്തൊക്കെ ഇതിനേക്കാളും കഷ്ടം അനുഭവിക്കുന്നവർ എത്രയോ പേരുണ്ട്. ശരിയാണ്, ആ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്നാലും ആ കഷ്ടത്തിനകത്തൂടെ അവർ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആ ഘോരത്വം നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ കഷ്ടതയ്ക്കകത്തൂടെ പോകണം. ശത്രു എപ്പോഴും അടങ്ങിയിരിക്കുന്നവനല്ല. അവൻ അലറുന്ന സിംഹം മനുഷ്യനെ തിന്നുവാൻ തക്കവണ്ണം കടിച്ചു കീറുവാൻ കൊതിക്കുന്ന ബാലസിംഹമെന്ന് 17-ാം സങ്കീർത്തനത്തിൻ്റെ 12-13 വാക്യം നമ്മൾ വായിക്കുമ്പോഴറിയാം. അവൻ അലറുന്ന സിംഹം പോലെ, അവൻ കടിച്ചു കീറാൻ കൊതിക്കുന്ന സിംഹം പോലെ, ഇര പിടിക്കാൻ നിൽക്കുന്ന ബാലസിംഹം പോലെ അവൻ തകർക്കുവാൻ നോക്കുവാണ്. നമ്മളൊരു ശുശ്രൂഷ മേഖലയിൽ എത്തപ്പെടുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവൻ ഇങ്ങനെ ഉറ്റു നോക്കിയിരിക്കും നമ്മളെ തകർക്കാൻ. നമുക്കൊരു നന്മ വന്നാൽ, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലിനൊരു നന്മ വരാൻ സമയമാകുമ്പോൾ അവൻ നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും. ഒന്ന് ഉപവസിച്ച് നോക്കിക്കേ. ഉപവസിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങളിൽ ശത്രു നമ്മളെ ഉപവസിക്കാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ജീവിതവുമായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾക്കകത്തു നിന്നൊരു രക്ഷ നേടണ്ടേ? അതിനുവേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവനങ്ങനെ
നമ്മൾ ഉപവസിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ആ ഉപവാസം അവൻ എങ്ങനെയെങ്കിലും മുടക്കാൻ നോക്കും. കാര്യം അനുഗ്രഹം നമുക്ക് ഉപവസിച്ചാൽ അല്ലേ, അതായത് ഉപവാസത്താലും പ്രാർത്ഥനയാലുമേ ഈ ജാതി നീങ്ങിപ്പോകത്തുള്ളൂ. എന്നാൽ ഉപവസിക്കാൻ നോക്കുമ്പോൾ ശത്രുവിന് ഭയങ്കര അസ്വസ്ഥതയാണ്. പ്രാർത്ഥിക്കാനൊന്ന് പായിട്ടേ ഭയങ്കര അസ്വസ്ഥതയാണ് അവന്. നമ്മളൊരു നന്മ അനുഭവിക്കാൻ അവൻ ഒരിക്കലും അനുവദിക്കത്തില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ, അത് തിരിച്ചറിഞ്ഞ് അതിനുള്ള ഏതൊക്കെ മേഖലകളിലാണ് നമ്മളെ തകർക്കുവാനും നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴും ഏതൊക്കെ മേഖലകളിലാണ് പിശാച് നമ്മളെ യൂസ് ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ലംഘനങ്ങളെ മറച്ചു വെച്ചെങ്കിൽ നമുക്ക് ശുഭം വരത്തില്ല. നമ്മുടെ ലംഘനങ്ങളെ നമ്മൾ ഓർമ്മിച്ച്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെർഫെക്റ്റ് അല്ല, ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ല നല്ലത്, ഒരുത്തൻ പോലും ഇല്ലെന്നാണ് വചനം പറയുന്നത്. അത് സത്യമല്ലേ? ഇപ്പോൾ പ്രസംഗിക്കുന്ന ഞാനും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ കർത്താവ് എന്നെ പെർഫെക്റ്റ് ആക്കിയത് മാത്രമേ ഉള്ളൂ ഞാൻ പെർഫെക്റ്റ് ആയത്. കർത്താവ് എന്നെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പോലും എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വഴികളിലൂടെ എന്ന് വെച്ചാൽ ചേറ്റിക്കിടന്ന ഞാനെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നുവെങ്കിൽ എന്തോരം പ്രതികൂലത്തിനകത്തൂടെ ഞാൻ ഇവിടം വരെ വന്നത്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിശാചിന് ഇടം കൊടുക്കുന്ന ഒരു മേഖല നമ്മുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ ആ മേഖലയ്ക്കകത്ത്, ഇപ്പം ഞങ്ങൾ 4 പേരുണ്ട്, എനിക്ക് 2 മക്കളും എൻ്റെ കൂട്ടുദാസൻ, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക. പക്ഷെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പിശാച് ഒരിക്കലും അനുവദിക്കത്തില്ല. കാര്യം ഒരു യൂണിറ്റി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോൾ ആ യൂണിറ്റിയെ പിശാച് തകർക്കുവാൻ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അവൻ നമ്മുടെ നന്മയെ അവൻ കവർന്ന് തിന്നുകൊണ്ടിരിക്കുക. അപ്പം ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം വൈഫിനോട് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം, സ്നേഹം അല്ലെങ്കിൽ കരുതൽ അല്ലെങ്കിൽ ഒരു പരസ്പര ബഹുമാനം അല്ലെങ്കിൽ ഐക്യത, ദൈവം ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിന് ആദാമു ഹൗവയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരു കുടുംബ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ. അവിടെ എന്തെങ്കിലും പത്യക്കേട് കാണിക്കുമ്പോൾ നീതിമാനായ ദൈവത്തിന് നീതി വിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പിശാചിനറിയാം. കാരണം നമ്മളെക്കാൾ ഉപരി പിശാചിന് ദൈവത്തെ അറിയാം. നമുക്ക് കുറച്ച് പരിമിതിയുള്ളൂ ദൈവത്തെ കണ്ടിട്ടുള്ളൂ നമ്മൾ. പക്ഷെ നമ്മളെക്കാൾ മുമ്പ് അവൻ കോടാനുകോടി വർഷം ദൈവത്തോടു കൂടെ വസിച്ച് ദൈവത്തിൻ്റെ സകല കാര്യങ്ങളും മനസ്സിലാക്കിയവനാണ് ലൂസിഫർ. അവനും അവൻ്റെ കൂട്ടരുമാണ് നമ്മളെ തകർക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ ഐക്യതയൊക്കെ എടുത്താൻ അവൻ നോക്കും. ഭാര്യയ്ക്ക് വേദനയുള്ള വാക്കുകളാണ് ഏറ്റവും ഭാര്യയെ പ്രാർത്ഥിക്കുവാൻ മുടക്കുന്ന ഒരു കാര്യമാണ്. ഭർത്താവിൽ നിന്ന് ഏറ്റവും സ്നേഹിക്കുന്ന ഒരു നല്ല ഭർത്താവിൽ നിന്ന് ഒരു വേദനിക്കുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങൾ തട്ടിച്ചു നോക്കണം. അപ്പോൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ അസഹ്യപ്പെടുത്തുന്ന വാക്കുകൾ, നിന്ദിക്കുന്ന വാക്കുകൾ, പരിഹസിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ നമ്മളെ കേൾക്കുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഇതിങ്ങനെ ഓർത്തിരിക്കും, വർഷങ്ങൾ ഓർത്തിരിക്കും. അത് മറക്കത്തില്ല. അവർ പറയും ക്ഷമിക്കാം, പക്ഷേ മറക്കാൻ പറ്റത്തില്ലെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ ദൈവവേദനെ, നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സഹോദരപക്ഷത്തു നിന്ന് വരാം, നമ്മുടെ കൂട്ടുദാസനിൽ നിന്ന് വരാം, നമ്മുടെ തലമുറയിൽ നിന്ന് വരാം. ഒരിക്കലും ചിന്തിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ തലമുറയിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് വരുന്നത്, എവിടെ നിന്നൊക്കെ വരാം. പക്ഷേ ഇത് അവരല്ല, അവരിൽ വ്യാപരിക്കുന്ന ആ സ്പിരിറ്റാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മളിത് ഹൃദയത്തിൽ വെച്ച് സ്ഥാപിച്ച് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പാപം ചെയ്യാതിരിക്കാൻ നോക്കുന്നതിനേക്കാട്ടിലും മറ്റുള്ളവർ നമ്മളെ ചെയ്തത് ഓർത്ത് നമ്മളങ്ങ് തകർന്നിരിക്കുകയാണ്. ആ തകർന്നിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് നിന്ന് നമുക്ക് പുറത്തു വരണ്ടേ? ആഴമേറിയ മുറിവുകൾ നമുക്ക് കാണാം, ഭയങ്കരമായ ചതവും മുറിവും എല്ലാം നമുക്കൊരു അകത്ത് ഉണ്ടാകാം. പക്ഷെ അതും വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാൻ കഴിയുമോ? മുമ്പേ ഞാൻ ചോദിച്ചതുപോലെ നീതിമാനായ ദൈവത്തിന് നീതി വിട്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല.
ഒരാൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയും മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ തകർക്കുന്ന വാക്കുകൾ പറയുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുകയോ, നമ്മളെ അത് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഷെക്കേന പോവുക. കർത്താവ് എന്താ ചെയ്തേ? കർത്താവ് ചെയ്തോ? ഇതൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ പറയുന്നത് പോലെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടായി പറയുന്നത്. വർഷങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ആന്തരികമായൊരു സൗഖ്യവും ദൈവത്താൽ ഉണ്ടാകുവാനും ഇടയായതുകൊണ്ടാണ് നിങ്ങളോട് ഇന്ന് സമാധാനമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ലേ ഞാൻ ആ ഭാരം എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഉള്ള കാലം മൊത്തം നീറി പുകഞ്ഞ് മുമിത്തി പോലെ കത്തി ഞാൻ എരിഞ്ഞു തീരുമ്പോൾ എനിക്ക് സ്വർഗത്തിലെ സമാധാനം ലഭിക്കത്തില്ല, ഭൂമിയിലെ നന്മ ലഭിക്കത്തില്ല. ഇതെല്ലാം എന്താണ് ഇതിന് കാരണം? നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മളെ വേദനിപ്പിച്ചവരെയും വെച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ ജഡരക്തങ്ങളോടല്ല നമുക്ക് കാര്യമുള്ളത്. പിന്നെ ഇവിടാണ് വാഴ്ചകളോടും അധികാരങ്ങളോടും കർത്തൃത്വങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തിയോടുമാണെങ്കിൽ നമ്മൾ അത് സിസ്റ്റർ ഇതൊക്കെ അതൊന്നും നമ്മൾ പ്രാക്ടിക്കലി നടക്കത്തില്ല. പ്രാക്ടിക്കലി നടക്കും പ്രിയ ദൈവ പൈതലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഏതൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഏതൊക്കെ പ്രതിസന്ധികളായിക്കോട്ടെ, നമ്മളെ എന്തിനാണ് വിളിച്ച് വേർതിരിച്ചത്? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് അവൻ്റെ കാര്യങ്ങളെ കുറിച്ചോർത്ത് അവൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ഏത് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ഓവർകം ചെയ്യുവാൻ ദൈവം കൃപ തരും. പക്ഷെങ്കിൽ ആ വചനം ജീവനുള്ളതാണ്. ആ വചനം നമ്മുടെ അകത്ത് ഓരോ ദിവസവും ഓരോ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനം ജീവനായി വെളിപ്പെട്ട് ശത്രുവിൻ്റെ ആരവും ദുഷ്ടൻ്റെ പീഡ നിമിത്തം നീ വല്ലാതെ പൊറുതിയില്ലാതെ ഞരങ്ങുന്നുവെങ്കിൽ ശത്രുവിനെ തകർക്കുന്ന ആത്മാവിൻ്റെ അത്യന്ത ശക്തി നിന്റെ അകത്തേക്ക് വ്യാപരിക്കുമ്പോൾ പിശാച് നിന്നെ തൊടുവാൻ സമ്മതിക്കത്തില്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞാൻ ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് അനുബന്ധിച്ച് ഓരോ ദേശത്തോ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോകുകയോ അല്ലെങ്കിൽ ചില വ്യക്തികൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്ന് ഓരോ മാധ്യമങ്ങൾ കൂടിയൊക്കെ ആണെങ്കിലും ഞാൻ കാണുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടുള്ളത് കുടുംബജീവിതത്തെ ഫോക്കസ് ചെയ്തുള്ള ഒരു ശുശ്രൂഷയാണ് എൻ്റെ മേലുള്ളത്. എന്ന് വെച്ചാൽ അടിസ്ഥാനം കുടുംബജീവിതമാണ്. ആ കുടുംബജീവിതത്തിനകത്ത് നമുക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യും? നമ്മുടെ തലമുറകൾക്ക് സമാധാനമുണ്ടാകത്തില്ല, നമ്മുടെ കൂട്ടുദാസന് സമാധാനമുണ്ടാകത്തില്ല, കൂട്ടുദാസിക്ക് സമാധാനമുണ്ടാകത്തില്ല, സഹോദരങ്ങൾക്ക് സമാധാനമുണ്ടാകത്തില്ല. എന്താണ് അതിൻ്റെ കാരണം? ദൈവം ഏൽപ്പിച്ച നിയമങ്ങൾ, ദൈവം ഏൽപ്പിച്ച അതേ കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഒരു കുടുംബനാഥന് വേണ്ട ഉത്തരവാദിത്തം, ഒരു കുടുംബനാഥയ്ക്ക് വേണ്ട ഉത്തരവാദിത്തം, അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് താളം തെറ്റുന്നത്. അല്ലേ? ചിന്തിച്ച് നോക്കിക്കേ. അങ്ങനെ അതുകൊണ്ടല്ലേ പലപ്പോഴും എനിക്ക് എന്നെ വിളിക്കാൻ എൻ്റെ ആൻറ്റി എന്നെ ഒന്ന് സ്നേഹിക്കാൻ ആ മനുഷ്യനെ കഴിയുന്നില്ല, എന്നെ ഒന്ന് കരുതാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. ആദ്യം എന്നെ കല്യാണം കഴിച്ച സമയത്തൊക്കെ എൻ്റെ വിഷമത പറയുമ്പോൾ അദ്ദേഹം കേട്ട് എന്താ മോളെ അതിന് നമുക്ക് വയ്യായോ, ഹോസ്പിറ്റലിൽ പോകാം, നീ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറയാം, അല്ലെങ്കിൽ നീ വിഷമിക്കാതെ അതിനൊരു പരിഹാരമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭർത്താവിൽ നിന്ന് അതൊന്നും കിട്ടുന്നില്ല. ഭർത്താവിൽ നിന്ന് കിട്ടുന്ന അവൾക്ക് സ്നേഹവും അവൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന സ്നേഹമാണ് ഒരു ഭർത്താവിൽ നിന്ന്. അപ്പോൾ ആ സ്നേഹം ഭർത്താവിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ ആ ഭാര്യ പിന്നെ എന്ത് ചെയ്താലും ഒരു കോൺസെൻട്രേഷനും കാണത്തില്ല, ഒരു സമാധാനം കാണത്തില്ല, സ്വസ്ഥത കാണും. ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അതായത് ശരിക്കും ഒരു പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവസഭ, അല്ലേ? സഭയെന്ന് പറഞ്ഞ് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ, അതായത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാം സഭ. ഈ സഭയ്ക്കകത്ത് ആണ് ലോക മനുഷ്യരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഡിവോഴ്സും പ്രശ്നങ്ങളും വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ദൈവം ഒരു
കുടുംബജീവിതത്തിലെ പാളിച്ചകളുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് എൻ്റെ മേൽ ഏൽപ്പിച്ച ദൈവം ഏൽപ്പിച്ച ദൗത്യം. അതിനകത്തൂടെ വിശ്വസ്തനായ ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിച്ച് ഒരു കുടുംബം നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ തക്കവണ്ണം അവരെ ഒരുക്കിയെടുക്കാനാണ് ദൈവം എന്നെ ഇടയാക്കിയത്. അതുകൊണ്ട് ഞാൻ തരിപ്പണമായത് എനിക്കിപ്പം നല്ലതായി എന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഒരു കാലത്ത് ഞാൻ കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവളാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ ശുശ്രൂഷയ്ക്കായി ഇറക്കിയപ്പോൾ അനേക കുടുംബങ്ങളെ തകർന്നവരെ നേരെയാക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇപ്പോഴും ഞങ്ങൾ ജയിച്ചു എന്ന് പറയാനില്ല. ദൈവത്തിൻ്റെ കൃപയാലാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം ദൈവവേദലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് വന്ന കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ഓർക്കുമ്പം ഏറ്റവും കൂടുതൽ ദൈവസഭയ്ക്കകത്താണ് ഡിവോഴ്സ് കൂടിയിരിക്കുന്നത്. എത്രയോ പ്രശ്നങ്ങളാണ്. ഒന്നാമത്, ഭർത്താവിന് ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ അടിസ്ഥാനം മറിഞ്ഞു പോയത്? ദൈവവുമായിട്ടൊരു ബന്ധമില്ല. ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് പരസ്പരം എന്തൊക്കെ തന്നെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കും. അപ്പം ദൈവവുമായിട്ടാണ് ആദ്യം ബന്ധം വരേണ്ടത്. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്നോ ഭർത്താവിനെ എങ്ങനെ കരുതണമെന്നോ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതനുസരിച്ച് അവർക്ക് യാത്ര ചെയ്യുവാൻ കഴിയാത്തത് ദൈവവുമായിട്ടുള്ള ബന്ധമല്ല, മറ്റുള്ള സ്തോത്രം ലോകവുമായിട്ടുള്ളതും ലോകത്തിനകത്തും പെട്ടുപോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ ദൈവവചനം ധ്യാനിക്കുവാനോ അവർക്ക് സമയമില്ല. അതാണ് അടിസ്ഥാനം ഇല്ലാതെ പോയത്. ദൈവമില്ലാതെ എന്ത് ചെയ്താലും അത് തകർന്നു പോകും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ അകത്ത് വസിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ അകത്ത് വസിക്കണമെങ്കിൽ അത് സ്നേഹം വസിക്കുമ്പോൾ സ്നേഹമെല്ലാം മറക്കുന്നു, പൊറുക്കുന്നു, ക്ഷമിക്കും. എന്തുകൊണ്ടാണ് ചിലർ പറയും, എനിക്കങ്ങ് സാമ്പത്തിക ബാധ്യത കൊണ്ട് ഞാൻ കഷ്ടത്തിൽ കൂടെ പ്രതികൂലത്തിൽ കൂടെ പോകുന്നു. അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചില കഷ്ടത്തിനകത്തൂടെ വിടുന്നത് ദൈവം പരിശോധനയ്ക്കകത്തൂടെ കൊണ്ടുവരുന്നതാണ്. എന്നാൽ ചില കഷ്ടത്തിനകത്തൂടെ ചിലരെ ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് അവരുടെ റൂട്ട് ഞാൻ ശ്രദ്ധിക്കും. അവരുടെ റൂട്ട് എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ സാമ്പത്തിക ബാധ്യത വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ കുടുംബജീവിതം തകർന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചു. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇത് കേട്ടിട്ട് അങ്ങനെ മറച്ചു കളയല്ലേ, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. മിക്കവരും ഞാൻ എൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഞാനിങ്ങനെ നോക്കുവാണെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്നവർ 1000 പേരാണെങ്കിൽ 100 പേര് പോലും കേട്ടിട്ടില്ല ഇത് എന്നാ ടച്ച് ചെയ്തിട്ട് അങ്ങ് വിടത്തേ ഉള്ളൂ. അതുകൊണ്ട് ടച്ച് ചെയ്യാതെ നിങ്ങൾ മൊത്തം കാര്യങ്ങൾ കേൾക്കണം. ഇത് അനുഭവത്തിനകത്തൂടായി പറയുന്നത്. ഒരു കൂട്ടം ജനം കഷ്ടത അനുഭവിക്കുക, ഒരു കൂട്ടം ജനം പ്രതികൂലത്തിനകത്തൂടെ പോവുക. എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടതയും പ്രതികൂലത്തിനകത്തൂടെ പോകുന്നു? നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവുണ്ടോ? എന്നാൽ കഷ്ടത വരുന്നില്ലേ? കഷ്ടതയുണ്ട്. കഷ്ടത എന്തിനാ? സഹിഷ്ണുത സിദ്ധതയിലേക്ക് എത്തപ്പെടുവാൻ തക്കവണ്ണം, അല്ലെ ദൈവവുമായിട്ടുള്ള നല്ല ആഴമായ ബന്ധം സ്ഥാപിപ്പാൻ, ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ അകത്ത് വസിക്കാൻ ചില കഷ്ടത്തിനകത്തൂടെ കടന്നു പോകും. അതുണ്ട്, ഓൾറെഡി അതുണ്ട്. പക്ഷേ കുറേ കഷ്ടങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്നത് നമ്മുടേതായ പത്യക്കേട് കൊണ്ടാണ്. ചില ഭക്ഷണം കഴിക്കുമ്പോൾ ചില രോഗം വരുമ്പോൾ പറയും ഇന്ന ഭക്ഷണം വർജിക്കണമെന്ന്. അപ്പം അങ്ങനെ വർജിക്കണമെന്ന് പറയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പുരാതന സമ്പത്തും ധനവും മാനവും നമുക്ക് ലഭിക്കണമെങ്കിൽ, സ്വർഗത്തിലെ ഭൂമിയിലെ നന്മ നമുക്ക് അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവനാണത് ലഭിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കും കാര്യസാധ്യങ്ങൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക, കാര്യം സാധിച്ചിട്ട് ദൈവത്തെ തള്ളിക്കളയുന്ന ഒരവസ്ഥയിലല്ല നമ്മളൊരു വിശ്വാസി എന്ന് പറയുന്നത് നിൽക്കേണ്ടത്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം.
അപ്പോൾ ഈ ദിവസങ്ങളിൽ വിളിക്കുന്ന മക്കളുടെ മേലെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം അവർ ഭയങ്കര പ്രതിസന്ധിക്കകത്തൂടെ പോകുന്നത്. എന്തുവാ നോക്കുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിന്നെ ഞങ്ങളുടെ കഷ്ടതമാണ്, ഞങ്ങളുടെ കടഭാരം ഒന്ന് മാറുന്നത്. ലക്ഷങ്ങളാ കടം സിസ്റ്ററെ. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അവനൊരു ശകലം അനുസരിക്കുന്നില്ല. എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല എന്നൊന്നും അറിയത്തില്ല. അത് പിന്നെ ഞാൻ അവരുടെ റൂട്ട് മനസ്സിലാക്കുമ്പോഴറിയാം ഇവർ തമ്മിൽ ഒരു ഐക്യതയില്ല. ഭാര്യയെ മനസ്സിലാക്കാൻ ഭർത്താവിന് കഴിയുന്നില്ല. ഭാര്യയുടെ വേദന കാണുന്നില്ല. ഭാര്യയുടെ സങ്കടങ്ങൾ എന്താണെന്ന് ചോദിക്കത്തില്ല. ദൈവം ഏൽപ്പിച്ചത് എന്തുവാ? നിന്റെ ഭാര്യയെ പോറ്റി പുലർത്തി സ്നേഹത്തോടെ കരുതി പരസ്പരം ബഹുമാനത്തോടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ കുറേ അവൾക്ക് ജന്മനാ മാതാപിതാക്കൾ ഇട്ട പേരിനേക്കാൾ വേറെ പേരുകൾ അവളെ വിളിക്കും. അവളെ പേര് വിളിക്കുമ്പോൾ അവളുടെ സ്വഭാവം, അവളുടെ മാനസികമായ അവൾക്ക് മുറിവുണ്ടാകുക. അവളെ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും കഴിയുന്നില്ല. ഭാര്യയല്ലയോ, അത് അവിടെ ആയിക്കോട്ടെ, വേറെ കുഴപ്പമില്ല, വേറെ പലരെ ഉപദേശിക്കാം, വേറെ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞാൽ നീ ആദ്യം നിന്റെ കുടുംബം ശരിയാക്കണം. കുടുംബ ജീവിതത്തിനകത്ത് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഇല്ലാതെ നീ ഭയങ്കര പരോപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിന്റെ കുടുംബത്തിനകത്തൊരു സംതൃപ്തി ഉണ്ടോ നിനക്ക്? നീ ഉപദേശിക്കാൻ പോകുന്നു, പ്രസംഗിക്കാൻ പോകുന്നു, നല്ല നല്ല കർമ്മങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ നിന്റെ കുടുംബജീവിതത്തിൽ നിന്റെ ഭാര്യയുമായി നിന്റെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ദൈവം ഏൽപ്പിച്ച ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹൗവയുമായിട്ട് യോജിപ്പിച്ചുവെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധമില്ലാതെ അവർക്ക് എന്ത് ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നത്? രണ്ടുപേരൊത്തിട്ടല്ലാതെ വല്ലതും നടക്കുമോ? പറഞ്ഞേ. അതുകൊണ്ട് നിന്റെ ഒന്നാമത് ദൈവവുമായുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉള്ളവരായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയുടെ ആ ആഴം മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏതൊക്കെയാണെന്നും അതിനകത്തൊക്കെ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യുക. പല മേഖലകളിലും തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലെ വിഷയങ്ങളും കുടുംബജീവിതത്തിലെ പ്രശ്നത്തിൻ്റെ കാരണവും സാമ്പത്തിക തകർച്ചകളും ആത്മീയ തകർച്ചകൾക്കും ഹല്ലേലൂയ ദൈവവും മനുഷ്യനുമായിട്ടുള്ള സാമൂഹികമായ സകല ബന്ധത്തിനകത്തെ ഉലച്ചിൽ തട്ടാൻ ദൈവവുമായുള്ള ആ ബന്ധവും ദൈവത്തിൻ്റെ നിയമം തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്നും ആ വചനമാകുന്ന കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ദിവസം പ്രതി തൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും തൻ്റെ ഭാര്യ ഭർത്താവുമായുള്ള ബന്ധത്തിലും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും ദിവസവും ഒന്ന് കറക്റ്റ് ചെയ്യാൻ നീ തയ്യാറാണോ? വർഷങ്ങളായിട്ട് കറക്റ്റ് ചെയ്യാതെ തകർന്നു മുറിഞ്ഞ് തരിപ്പണമായി കിടക്കുന്ന കുടുംബജീവിതങ്ങളെ എനിക്കറിയാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എല്ലാം സഹിക്കാം, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എനിക്കത് താങ്ങാൻ പറ്റിയില്ല, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല സിസ്റ്ററെ. എന്നെ ഡിവോഴ്സ് ചെയ്തതുപോലല്ലേ എന്നെ ബ്ലോക്ക് ചെയ്തത്. ഞാൻ ചോദിച്ചാൽ അതെന്തുകൊണ്ടാണ് കുഞ്ഞെ കാര്യം? അന്നേരമാണ് പറയുന്നത്, അദ്ദേഹത്തിന് വേറെ പലരുമായിട്ടുള്ള സഹകരണത്തിലുള്ള ബന്ധങ്ങളും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലീഗലായിട്ടായിരിക്കത്തില്ല, ഫ്രണ്ട്ഷിപ്പായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭാര്യ അറിയാതുള്ള ചാറ്റിങ്ങൊക്കെ ആയിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണത്തിനകത്ത് നിന്റെ ഭാര്യ അറിയാതെ നീ വേറൊരാളെ ചാറ്റ് ചെയ്യാൻ, ഭാര്യ അറിയാതെ മറ്റുള്ളവരെ വിളിക്കാനും ദൈവത്തിൻ്റെ പ്രമാണത്തിലുണ്ടോ? ചിന്തിച്ച് നോക്കിക്കേ. അത് ദൈവത്തിൻ്റെ, അത് സാത്താൻ അകത്ത് കയറുമല്ലയോ, പിശാച് അകത്ത് കയറുമല്ലയോ? ചിന്തിച്ച് നോക്ക്. അപ്പോൾ അതുകൊണ്ട് ഭാര്യ അറിയാതെ ഒരു കാര്യം നീ ചെയ്താൽ പിശാചിനെ അകത്ത് വിളിച്ചു വരുത്തി, ഭർത്താവ് അറിയാതെ ഒരു കാര്യം ചെയ്താൽ പിശാചിനെ അകത്ത് വിളിച്ചു വരുത്തി. പിശാചിൻ്റെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്തപ്പോൾ ആ സഹോദരി ഒരാഴ്ച കിടപ്പായിപ്പോയി, തകർന്നുപോയി, ആ സിസ്റ്റർ തകർന്നുപോയി. അപ്പോൾ എന്തുവാ കാര്യം? മറ്റുള്ള ഏതോ ഒരു വ്യക്തിയെ എനിക്കിഷ്ടമല്ല, അച്ചാച്ചൻ ഇതിനെ അങ്ങ് അവരുമായിട്ടുള്ള കണക്ഷൻ എനിക്കിഷ്ടമല്ല, ഞാനത് ബ്ലോക്ക് ചെയ്യുക പറഞ്ഞു. ആ സിസ്റ്റർ അത് ബ്ലോക്ക് ചെയ്തപ്പോഴാണ് ഈ സഹോദരിയെ ബ്ലോക്ക് ചെയ്തു, സ്വന്തം ഭാര്യയെ ബ്ലോക്ക് ചെയ്തു. അപ്പം ആരുമായിട്ടാണ് ബന്ധം? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, തന്നെ ഏൽപ്പിച്ച കുടുംബജീവിതത്തിൽ താൻ വിശ്വസ്തനാണോ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതുകൊണ്ട് ആ കുടുംബം തകർന്നിട്ട് ഒരാഴ്ചയായിട്ട് ബെഡപ്പായി കിടക്കുക. കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിലെ പല മേഖലകളിലും കഷ്ടത അനുഭവിക്കുന്ന ആ മേഖലകളിൽ അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവരെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിനാരാ കാരണക്കാരൻ? പിശാച് അകത്ത് കയറിയത് കണ്ടോ? അപ്പം എന്തുകൊണ്ടാണ് പിശാച് അകത്ത് കയറിയത്?
ആവശ്യമില്ലാത്ത ബന്ധങ്ങളും ആവശ്യമില്ലാത്ത തമ്മിൽ സ്നേഹവും ഐക്യതയുമില്ലാതെ ഇന്ന് വല്ലാത്തൊരു കാലഘട്ടത്തിൽ ലോകം പോയിരിക്കുമ്പോൾ ഏറ്റവും ഒരു കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു പ്രധാന കണ്ണിയായി മാറി മൊബൈൽ. ഈ മൊബൈൽ ഒരു നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ അതുപോലെ തകർക്കുന്ന ഒരു വിഷയമാണ്. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ എല്ലാം തകർക്കുന്ന ഒരു മാധ്യമമാക്കി പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് മൊബൈൽ. ആ മൊബൈൽ എന്ന് പറയുന്നത് ഒരു ഭയമായിപ്പോയി ജനത്തിനിപ്പോൾ. പല സഹോദരിമാരും വിളിച്ചിട്ട് പറയുന്നത് ആ മൊബൈൽ കാരണമാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൊത്തമെന്ന്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ. നീ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നോ നിനക്കത് വിനയായിത്തീരും. നീ എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യും. ഇന്ന് പകൽക്കാലം നിന്റെ കഷ്ടത, നിന്റെ പ്രതികൂലം, നിന്റെ പ്രശ്നം, ഏതൊക്കെ വിഷയത്തിൽ നീ തകർക്കപ്പെട്ട് കിടക്കുന്നോ, നീ ഏതൊക്കെ വിഷയത്തിൽ രക്ഷപ്പെടുവാൻ കഴിയാതെ വന്നോ, അത് നിന്റെ ജീവിതത്തിൽ നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ നീ ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ, നിന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ അവരെ വേദനിപ്പിക്കുന്ന വാക്കുകളും അവരെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളും അവരെ മാത്രം പഴി പറയുകയും കുറ്റം പറയുകയും ചെയ്ത് അവരെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ നീ ദൈവത്തെ തള്ളിപ്പറയുന്നേ. ഇനി ചില സഹോദരിമാരെന്നോട് പറഞ്ഞു, എന്നെ നന്നായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉപദ്രവിക്കുമെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ നിനക്ക് തന്ന കൂട്ടുദാസിയെ, നിനക്ക് തന്ന ഭാര്യയെ, നിന്റെ ശരീരമാണ്. നീ ഉപദ്രവിക്കുന്നത് നിന്റെ ശരീരത്തെ തന്നെയാണ്. നിന്റെ ശരീരത്തെയാണ് നീ ദണ്ഡിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ദൈവം നശിപ്പിക്കും. ദൈവം ഇരിക്കുന്ന ആലയത്തെയാണ് നീ ഉപദ്രവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് നിന്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗത്തെ നീ ഉപദ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരത്തെ നീ തകർത്താൽ ദൈവം നിന്നെ നശിപ്പിക്കും. അതുകൊണ്ട് സഹോദരിമാരെ ഉപദ്രവിക്കുവാൻ കൈയെടുക്കുമ്പോൾ ഓർക്കണം, നീ ദൈവത്തിൻ്റെ മന്ദിരത്തെയാണ് തകർക്കുന്നത്. എന്നിട്ട് നിനക്ക് മരിക്കുവോളം ആ സഹോദരി വേണ്ടേ നിന്റെ കാര്യങ്ങൾ നോക്കാൻ? നിന്റെ ജീവിതത്തിലെ പല മേഖലകളിലും നിനക്ക് മക്കളുണ്ടെങ്കിൽ മക്കളെ വിവാഹം കഴിയുമ്പോൾ ആരാ നിന്നെ നോക്കുന്നത്? ആ കൂട്ടുദാസി അല്ലെങ്കിൽ ആ കൂട്ടുദാസനല്ലേ? അതുകൊണ്ട് തമ്മിൽ സ്നേഹം ആചരിക്കുക, തമ്മിൽ വേദനിപ്പിക്കാതിരിക്കുക, തമ്മിൽ അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കുക. എന്തുകൊണ്ട് നിനക്ക് നന്മയുണ്ടാകുന്നില്ല? ഇത് നീ ചിന്തിക്കുക. നിന്റെ ജീവിതത്തിൽ നീ വളരെയധികം വിശ്വസ്തതയുള്ളവളായിട്ടാണോ ജീവിക്കുന്നത്? എന്നാൽ നിനക്ക് അടിക്കടി നന്മ മാത്രം നീ പ്രാപിക്കും. സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മ നിനക്ക് ലഭിക്കും. നീ എന്തൊക്കെയോ പത്യക്കേട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത ഒരു പരിധി വരെ. എന്നാൽ ഇയ്യോബിന് കഷ്ടതയില്ലായിരുന്നു ആൻറ്റി എന്ന് ചോദിച്ചാൽ, ഇയ്യോബിന് കഷ്ടത ഉണ്ടാക്കിയ ആ ഒരു പരിശോധന വന്നു എങ്കിൽ അതിൻ്റെ മേലും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നീ പത്യക്കേട് കാണിച്ചിട്ട് നീ ദൈവത്തിൽ ആശ്രയിക്കാതെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് നീയാണ് ഉത്തരവാദി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യയോട് നീ വിശ്വസ്തയുള്ളവനായി, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഭർത്താവിനോട് നീ വിശ്വസ്തതയുള്ളവളായി, നിന്റെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ നീ വിശ്വസ്തയുള്ളതായി ജീവിക്കാൻ സ്വയമേ കഴിയത്തില്ല. നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഹല്ലേലൂയ ഒന്നൊന്നായി നിന്നെ വേട്ടയാടുമ്പോൾ എവിടൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിന്റെ അകത്തുണ്ട്. പുറത്തു വരേണ്ടത് നീ പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ശത്രു നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നീ തിരിഞ്ഞു ചിന്തിക്കുക, ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നിന്റെ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കണോ? കുറച്ച് സമ്പത്ത് വേണോ? ഒരു ഭവനം വേണോ? ഒരു വാഹനം വേണോ? അല്ലെങ്കിൽ അത് വേണം ഇത് വേണമെന്നല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. നീ പ്രാർത്ഥിക്കേണ്ട ഒറ്റയൊരു കാര്യം, എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്ത് എനിക്കകത്തുള്ള കുറവുകളെ, ഞാൻ പോലും കാണാതെ കിടക്കുന്ന ചില മണ്ഡലങ്ങളിലുള്ള കുറവുകളെ തിരിച്ചറിഞ്ഞ് ഞാനത് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് എൻ്റെ സകല കുറവുകളെയും എനിക്കൊന്ന് ബോധ്യപ്പെടുത്തി തന്ന് ആ കുറവുകളിൽ നിന്നെ വിടുവിക്കണമേ എന്ന് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് കൃപ തരും. കൃപ തരുമ്പോൾ നിന്റെ കുറവുകൾ തീർത്ത് ഒരു നല്ല കല്ലായി ക്രിസ്തു എന്ന ആ മൂലക്കല്ലിനോട് ചേർന്ന് പണിയുവാൻ തക്കവണ്ണം അതിനെ ചേർത്ത ഷേപ്പിൽ വെട്ടിയെടുക്കണമെങ്കിൽ ഹല്ലേലൂയ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട്
ഇവ പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ കാര്യമാണ്. ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നീ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിന്റെ കുറവുകളെ നീ തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നീ ഏതൊക്കെ മേഖലകളിൽ കുറവുള്ളവനാണെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിയുന്ന ആ അവസ്ഥയിൽ ദൈവം, ആ തിരിച്ചറിവ് വരുമ്പോൾ തന്നെ ദൈവം നിനക്കൊരു കൃപ പ്രത്യേകമായി തരും. നിന്റെ മുറിവുകളെ ദൈവം കരിക്കും, നിന്റെ വേദനകളെ മാറ്റും, നിന്റെ ആത്മീക ഭൗതിക വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് കുറവ് തീർത്ത കല്ലുകളായി വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത് ആലയത്തിൽ ചെന്ന് ശബ്ദമുണ്ടാകാതിരിപ്പാൻ തക്കവണ്ണം കുറവ് തീർത്ത കല്ലായി നിന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാൻ, ഒരുപാട് പേരുടെ കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഞാൻ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വന്തം ഭാര്യയെ കല്യാണം കഴിച്ച് കുറേ വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവളെ വേണ്ട, പിന്നെ വേറെ നേരത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള, ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സഹോദരിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചപ്പോൾ പിന്നെ ഒരു 2-3 കുഞ്ഞുങ്ങളുണ്ട്. കല്യാണം കഴിച്ച് 2-3 കുഞ്ഞുങ്ങളുമായപ്പോൾ ആ സഹോദരിയെ ഡിവോഴ്സ് ചെയ്തിട്ട് ആദ്യം ഇഷ്ടപ്പെട്ട സഹോദരിയെ പിന്നെയും കല്യാണം കഴിക്കാൻ പോകും. ആരും വെളിയിലുള്ള ആരല്ല, പെന്തക്കോസുകാരനാ. നിങ്ങൾ ചിന്തിക്കണം. അപ്പം എന്താ സംഭവിക്കുന്നത്? നീ സ്വർഗത്തിൽ പോകുമോ? ഭൂമിയിലെ നന്മ നീ അനുഭവിക്കുമോ? ഭൂമിയിലെ നന്മ ഏത് ദുഷ്ടനും നല്ലവനും ദൈവം നന്മ കൊടുക്കും. പക്ഷെ നീ സ്വസ്ഥമായിട്ട് നീ ജീവിക്കാൻ നിനക്ക് കഴിയത്തില്ല. ആ പാവം പിടിച്ച സഹോദരിയെ കല്യാണം കഴിച്ച് 3 കുഞ്ഞുങ്ങളുമായിട്ട് അതിനുശേഷം ആദ്യത്തേനെ തിരക്കി പോകുമ്പോൾ നിന്നെ ആരാ കൊണ്ടുപോകുന്ന? പിശാച. ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് ഒരാളെ ഏൽപ്പിച്ചുള്ളായിരുന്നു, ഹവ്വയെ മാത്രം. അതിനപ്പുറം വേറൊന്നിനെ ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ അവിടെ വിശ്വസ്തതയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ സാത്താൻ അകത്ത് കയറും. പിന്നെ സാത്താൻ്റെ ഭരണമാണ്. ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം വിശുദ്ധനായ ദൈവമാണ്. ദൈവത്തിന് വിശുദ്ധി ഉള്ളിടത്തെ ദൈവത്തിന് വസിക്കുവാൻ കഴിയത്തുള്ളൂ. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഓരോ സഹോദരന്മാരുടെയും വേദനകൾ കേൾക്കുമ്പോൾ ഞാൻ തകർക്കപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിച്ച്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നാവ് കൊണ്ട് കുരള പറയാതെ, ഹല്ലേലൂയ, അതേ, കൂട്ടുകാരനെതിരെ ദോഷം നിരൂപിക്കാതെ, ചിന്തിക്കാതെ, ആമേൻ, സ്തോത്രം, അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, ആമേൻ, കർത്താവിൻ്റെ കൂടാരത്തിൽ പാർക്കുന്നത്. 15-ാം സങ്കീർത്തനം പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ മുറിവുകളെ കരിക്കുന്ന ദൈവമുണ്ട്. നിന്റെ വേദനകളെ, സങ്കടങ്ങളെ മനസ്സിലാക്കുന്ന ദൈവമുണ്ട്. നീ ഒറ്റയ്ക്കേ ഉള്ളെന്ന് നീ ഭാരപ്പെടണ്ട. സർവ്വത്തെയും സൃഷ്ടിച്ച ഒരു ദൈവം നിന്റെ കൂടെ അപ്പനായി, അമ്മയായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു മൂത്ത സഹോദരനായി എല്ലാം നിന്റെ കൂടെയുള്ള നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ, നീ ആര് നിന്റെ കൂടെ ഇല്ലെങ്കിലും, നിന്നെ ആര് സ്നേഹിക്കുന്നില്ലെന്ന് നിനക്ക് തോന്നിയാലും, നിന്നെ സ്നേഹിക്കുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. അത് ഇപ്പോൾ നിന്നെ സ്നേഹിക്കാത്ത നിന്റെ സഹോദരനായിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, നിന്റെ അമ്മയായിക്കോട്ടെ, അപ്പയായിക്കോട്ടെ, ഹല്ലേലൂയ, നിന്റെ ഭർത്താവായിക്കോട്ടെ, നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിനക്ക് തോന്നിയാലും, ഇത് ഹല്ലേലൂയ ഇവിടം കൊണ്ട് തീരുന്ന ബന്ധമാണ്. എന്നാൽ നിലനിൽക്കുന്ന ഒരു ബന്ധമുണ്ട്. യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ ആത്മമണവാളനെ മാത്രം നീ, ആമേ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച്, ആമേ, നീ മറ്റുള്ളവരോട് ക്ഷമിച്ച് സഹിച്ച്, ആമേ, നീ പ്രാർത്ഥിച്ച് ദൈവവുമായിട്ടുള്ള വചനധ്യാനത്തിലും പ്രാർത്ഥനയിൽ നീ ഉറ്റിരിക്കുമ്പോൾ നീ ഏറ്റവും നിന്നെ വേർത്തവര് നിന്റെ അടുത്ത് വരും. നീ അങ്ങോട്ട് പോകണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ ദൈവത്തിൽ ആശ്രയിക്ക്. ആര് നിന്നെ തള്ളിക്കളഞ്ഞോ പോകട്ടെ, അവരെ നീ മറക്കാതെ സ്നേഹിക്കുക. നിന്നെ ആരുപേക്ഷിച്ചോ, നിന്നെ സ്നേഹിക്കുന്നില്ലേ, എന്നെ അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല ആൻറ്റി എന്നോട് പല വ്യക്തികളും എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ, നിനക്ക് സ്നേഹം തരുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. നിന്നെ ഏൽപ്പിച്ച നിന്റെ പ്രാണസ്നേഹിതൻ പോലും നിനക്ക് നേരെ കുതികാൽ ഉയർത്തുന്നു എങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിനക്ക് അനുകൂലമാണ്. പ്രതികൂലമാര്? ഈ ലോകം നമുക്ക് കഷ്ടം തരുന്ന ഒരു ലോകമാണ്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. അതുകൊണ്ട് എന്താ, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറയുന്ന നമ്മുടെ നല്ല കർത്താവിനെ മുറുകെ പറ്റി ആ ദൈവത്തിൽ ആശ്രയിച്ച്, ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. നിന്നെ ആര് ബ്ലോക്ക് ചെയ്തോട്ടെ, നിന്നെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞോട്ടെ, നിന്നെ പരിഹസിച്ചോട്ടെ, നിന്നെ നിന്ദിച്ചോട്ടെ, നമ്മുടെ കർത്താവിനെ, ഹല്ലേലൂയ, എത്ര പേര് പരിഹസിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിനകത്ത് നീ ഏതൊക്കെ പ്രതികൂലത്തിലും പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നോ അത് നീ ആ കാരണക്കാരിയെങ്കിൽ നീ ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ദൈവത്തോട് പറ, കർത്താവേ, എനിക്കെല്ലാവരെയും ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നീ കൃപ തരണമേ. നിന്നെ ദൈവം ബ്ലോക്ക് ചെയ്തോ? ഇല്ലല്ലോ. മനുഷ്യനല്ലേ ബ്ലോക്ക് ചെയ്തുള്ളൂ. മനുഷ്യൻ ബ്ലോക്ക് ചെയ്താൽ നീ എന്തിനാ വിഷമിക്കുന്നേ? ഒരു മൊബൈലിനകത്തെ ബ്ലോക്കിലാണോ നീ ഭാരപ്പെടുന്നത്? അല്ലെ നിന്നെ ഒരു ഡിവോഴ്സ് ചെയ്തതാണോ നീ ഭാരപ്പെടുന്നത്? നീ ജനിച്ചത് നീ ഒറ്റയ്ക്കല്ലേ വന്നത്? നീ ഇനി ഒറ്റയ്ക്കാ പോകുന്നത്. അതുകൊണ്ട് ഈ ലോകം നമുക്ക് അനുകൂലമല്ല. അതുകൊണ്ട് ഏത് പ്രതിസന്ധികൾക്കകത്തൂടെ പോയാലും നിന്നെ വേദനിപ്പിച്ചവരെ ഓർത്ത് ദിനം പ്രതി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ പുറത്തു വരട്ടെ, അവർ സ്വർഗത്തിലെ ദൈവമായി നല്ല ബന്ധം സ്ഥാപിക്കട്ടെ. അപ്പോൾ അവർ നിത്യതയിൽ എത്തപ്പെടുവാനും ഇടയാകും. നമ്മുടെ സമാധാനത്തിനും അത് കാരണമായി തീരും. എൻ്റെ മെസ്സേജ് അതാണ്. എൻ്റെ ജീവിത അനുഭവത്തിനകത്ത് എനിക്ക് നേരിട്ട കഷ്ടങ്ങളും പ്രതിസന്ധിക്കകത്തും പ്രതികൂലത്തിനകത്തും എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഞാൻ പറയും, കർത്താവേ, എനിക്കെല്ലാവരെയും സ്നേഹിക്കാൻ കൃപ തരണം. ഞാൻ അതുമാത്രമാണ്. വാശിയോ പകയോ വൈരാഗ്യമോ വിദ്വേഷമോ നമ്മൾ കൊണ്ടുവച്ച് നടക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും തകർക്കപ്പെട്ട് നിത്യനരകത്തിലേക്ക് പോകുവാൻ നമ്മുടെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേര് മായ്ച്ചു കളയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ട. ദുശാഠ്യം വേണ്ട, ഒന്നും വേണ്ട. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിപ്പാനും നാവുകൊണ്ട് കുരള പറയാതിരിപ്പാനും ഇന്ന് ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുവാനും ദൈവത്തോടു കൂടെ വസിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവം നമ്മളെ സഹായിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദിനം പ്രതി നമ്മളെ കഴുകുക, വെടിപ്പാക്കുക, ആരോടും പകവെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. നിന്റെ കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുന്നെങ്കിൽ നീ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായി പ്രാർത്ഥിക്കുക. ഇന്ന് നിന്നെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ഹല്ലേലൂയ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഹല്ലേലൂയ, ഏത് വിഷയമാണ് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത്? നിങ്ങളെ തകർത്ത് വേദനിപ്പിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ഉമിത്തി പോലെ നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഏത് മേഖലയാണോ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടിവ് നിൽക്കാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഏത് കുറവുകൾ വന്നാലും അപ്പൻ്റെ പാദപീഠത്തിൽ പോയിരുന്ന് കരഞ്ഞാൽ മതി. പ്രതികാരം യഹോവയ്ക്കുള്ളതാ. നീ പ്രതികാരം ചെയ്യാൻ പോയ ദൈവത്തിന് അവസരമില്ല. നിന്റെ പ്രതികാരം ചെയ്യാനുള്ള അവസരം നീ ദൈവത്തിന് വിട്ടുകൊട്. ദൈവം അത് ചെയ്യാൻ കഴിയും. നീ മിണ്ടാതിരുന്ന ദൈവമെന്നറിയും. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കും. ശത്രുക്കൾ ചിതറിപ്പോകും. അതുകൊണ്ട് ദയവായി മെസ്സേജ് മൊത്തം കേട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞാൻ അല്പസമയം കർത്താവെ ജീവിതത്തിലെ പല അനുഭവങ്ങളും പലരുടെ കർത്താവ് കഷ്ടതകളും അനുഭവിക്കുന്ന ഇവരോട് പങ്കുവെച്ചപ്പോൾ തന്നെ കർത്താവ് ഏതൊക്കെ പ്രതികൂലത്തിലും പ്രശ്നത്തിലും പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന നിന്റെ മക്കള്, ആമേൻ, ആരോടും പറയുവാൻ കഴിയാതെ താങ്ങാൻ കഴിയാത്ത ഭാരത്തിൽ കൂടെ കടന്നു പോകുന്ന മക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വീണ് എല്ലാത്തിനും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ദൈവത്താൽ അവർക്ക് ലഭിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ആമേൻ ഇന്ന് അവർ കടന്നു പോകുന്ന ഏത് വിഷയമായിക്കോട്ടെ ആ വിഷയത്തെക്കാൾ വലിയവനായ ദൈവം കൂടെയുണ്ട് എന്ന് ആമേൻ വിശ്വസ്തയോട് ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ ബലപ്പെടുത്തിയാട്ടെ. എൻ്റെ ദൈവം പ്രവർത്തിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ മതി. ഞാൻ ആരോടും പകരം വീട്ടാൻ പോകുന്നില്ല കർത്താവേ എന്നുള്ളൊരു പ്രതിജ്ഞയെടുത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ വചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്ന് ആ വചനം കർത്താവെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ ദൈവം എടുത്തു മാറ്റണമേ. സമാധാനം കൊടുക്കണമേ. സന്തോഷം കൊടുക്കണമേ. സ്വസ്ഥത നിന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിലും തലമുറകൾക്കും കൊടുത്താട്ട് കർത്താവേ. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഞങ്ങളുടെ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടണം. 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഉൾഗ്രാമങ്ങൾ സുവിശേഷം എത്തപ്പെടണം. തകർന്നു കിടക്കുന്ന ജനത്തെ കർത്താവെ മോൾഡ് ചെയ്യുവാൻ, അവരെ കഷ്ടതയിൽ നിന്ന് വിടുവിപ്പാൻ ഒരു മോശയ്ക്ക് കർത്താവെ ദൈവം കൊടുത്ത ഊഴിയ വിചാരകന്റെ നിലവിളി കണ്ടു കേട്ടു എന്ന് പറയുമ്പോൾ മോശ അതിനായി നിയോഗിച്ചയക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ കൂടി കർത്താവെ അനേക കർത്താവെ സ്തോത്ര ജനത്തെ ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ മോശ ആക്കിയതുപോലെ ഞങ്ങളെയൊക്കെ പല മേഖലകളിലും ജീവൻ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ഞങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 28 സ്റ്റേറ്റിൽ 9 കേന്ദ്ര ഭരണ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ജയിലറകളിൽ കിടക്കുന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യൂറോപ്യൻ ഗൾഫ് കൺട്രികൾക്ക് വേണ്ടി 5 ഭൂഖണ്ഡങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കണമേ. ഏതൊക്കെ മേഖലകളിൽ സാമ്പത്തിക ബാധ്യത കൊണ്ട് ഒരു ചവിട്ടടി മുന്നോട്ട് വെക്കുവാൻ വയ്യ ആൻറ്റി എന്ന് പറഞ്ഞാൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അസ്വാരസ്യം കൊണ്ട് സമാധാനമില്ലാതെ 2 മുറികളിലായി കിടക്കുന്ന എത്രയോ കുടുംബങ്ങൾ, അവരുടെ മേൽ സമാധാനം കൊടുക്കണം. തലമുറകള് അസ്വസ്ഥമായി കഴിയുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ കൊടുക്കണമേ. വിദ്യാഭ്യാസത്തിൽ കർത്താവേ, സ്തോത്രം, മുന്നോട്ട് പോകുവാൻ കഴിയാതെ, ഒരു സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ വിദ്യാഭ്യാസം ബന്ധിച്ചു വെച്ചിരിക്കുന്ന സ്തോത്രം കുഞ്ഞുങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളി. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസ സാമ്പത്തികമില്ലാതെ തകർന്നു കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളായി ക്ഷീണിതരായി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിൽ കർത്താവെ, ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മാത്രമേ ഉള്ളൂ, തന്റെ കുടുംബം ഇനി എങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യും, എന്റെ കുടുംബനാഥൻ ഇല്ലല്ലോ എന്ന് തകർക്കപ്പെട്ട കുടുംബിനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ ഒരു സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ഭർത്താവായി, കർത്താവായി, ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനായി, അമ്മയായി, അപ്പനായി എല്ലാം നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. ഏതൊക്കെ തരത്തിലുള്ള തകർച്ചയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന മക്കളുണ്ടോ, ഏതൊക്കെ പ്രതികൂലത്തിനകത്തൂടെ കടക്കുന്ന മക്കളുണ്ടെങ്കിൽ ദൈവവചനത്തിന് ശക്തിപ്പെടുവാൻ, ദൈവത്തിന്റെ വചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിപ്പാൻ, പിശാചലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അവൻ ഞങ്ങളുടെ രക്തം, മനുഷ്യന്റെ രക്തം ദാഹിക്കുന്ന പൈശാചിക ശക്തിയിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായി വിടുവിച്ച് ഇന്ന് പകൽക്കാലവും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ തരണമെന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കും. അടുത്ത ദിവസം കാണുമ്പോൾ രക്തക്കോട്ട ഞങ്ങളെ മറയ്ക്കും. സകല മേഖലകളും സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നിന്റെ മക്കൾ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല ഇരുളിന്റെ ശക്തികളുടെ മേൽ എന്റെ യേശു ജയമെടുത്തതിനായി സ്തോത്രം. പല മേഖലകളിലും വേദനിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങണമേ. അങ്ങ് സകല വിഷയത്തിലും അത്ഭുതം ചെയ്തതിനായി നന്ദി. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സകല മേഖലകളിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ട സമാധാനവും ആശ്വാസവും സ്വസ്ഥതയും തരട്ടെ. അടുത്ത ദിവസം കാണുന്നിടം വരെയും രക്തക്കോട്ടയിൽ ദൈവം മറയ്ക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.